പോകണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ പോവാതിരുന്നാലും നമ്മളെ മക്കളെ പഠിപ്പിച്ച് ഇപ്പോൾ പിള്ളേർക്ക് സ്കൂൾ തുറക്കാനൊക്കെ സമയം ബുദ്ധിമുട്ടാണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട റെഡ് അലർട്ട്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ 18-കാരൻ ഷോക്കേറ്റ് മരിച്ചതിന് കാരണം KSEBയുടെ അനാസ്ഥ. എർത്തിംഗ് തകരാർ പരാതി പരിഹരിക്കാൻ ജീവനക്കാർ തയ്യാറായില്ല. മുഹമ്മദ് റിജാസിന് ഷോക്കേറ്റത് മഴ നനയാതിരിക്കാൻ കയറി നിന്ന കടയുടെ തൂണിൽ നിന്ന്. KSEB ഒരാൾ ഇവിടെ വന്നിട്ട് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ കൺസ്യൂമർ നമ്പർ വീഡിയോ തുറന്നിട്ട് എടുത്ത് കൺസ്യൂമർ നമ്പർ പ്രകാരം അത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആൾ വരും, KSEB നാളെ വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ മരിക്കുന്ന വരെ ഒരു വന്നില്ല. ഇതാണ് സംഭവം ഉണ്ടായി. കൊച്ചിയിൽ പിടിയിലായ സബിത്ത് അവയവ മാഫിയയുടെ പ്രധാന കണ്ണി. ആളുകളെ വിദേശത്തെത്തിച്ച് അവയവ വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് അന്വേഷിച്ച് കേന്ദ്ര ഏജൻസികളും. ദാതാവിൽ നിന്ന് ചെറിയ തുകയ്ക്ക് അവയവമെടുക്കുന്ന സംഘം വിൽക്കുന്നത് വൻവിലയ്ക്ക്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനർനിർണയിക്കും. ഓരോ വാർഡുകൾ വീതം കൂട്ടാൻ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ തീരുമാനം. അടുത്ത തെരഞ്ഞെടുപ്പ് പുതുക്കിയ വാർഡുകൾ പ്രകാരം. അഞ്ചാം ഘട്ട പോളിംഗ് തുടരുന്നു. ബംഗാളിൽ മികച്ച പോളിംഗ്, മഹാരാഷ്ട്രയിൽ കുറവ്, UPയിൽ ഭേദപ്പെട്ട പോളിംഗ്. ഭരണമാറ്റത്തിന്റെ സൂചനയുണ്ടെന്ന് മായാവതി. പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതിയുടെ വധശിക്ഷ ശരിവെക്കണമെന്ന സർക്കാർ ആവശ്യത്തിൽ ഹൈക്കോടതി തീരുമാനം ഇന്ന്. വിധി അല്പസമയത്തിനകം. പ്രതിയുടെ അപ്പീലിലും വിധിയുണ്ടാകും. കാസർഗോഡ് രണ്ടിടത്തായി വീടുകളിൽ നിന്ന് 45 പവൻ സ്വർണം കവർന്നു. മെഗ്രാൽ പുത്തൂരിൽ വിദേശ മലയാളിയുടെ വീട്ടിലെ കവർച്ച CCTVയിൽ. വീടുകളിലെ സ്വർണ്ണ കവർച്ച കൂടുന്നുണ്ടെന്ന് കാസർഗോഡ് പോലീസ്. പ്രസിഡന്റിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെ അപകടം നടന്നെങ്കിലും സ്ഥിരീകരിച്ചത് ഇന്നാണ്. പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും കണ്ടെത്തുവാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. വിദേശമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ അടക്കം 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് അസർബൈജാൻ അതിർത്തിയിലായിരുന്നു ഈ അപകടം. മലനിരകളിൽ തട്ടി ഹെലികോപ്റ്റർ തകരുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇറാൻ ഔദ്യോഗികമായി മരണവിവരം സ്ഥിരീകരിച്ചത്. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ റൈസിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്. എന്താണ് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്? ദൃശ്യങ്ങളിൽ കാണുന്നത് ഇറാൻ പ്രസിഡന്റിന്റെ കസേരയിൽ കറുത്ത തുണി ഇട്ടിരിക്കുന്നതും സമീപത്ത് തന്നെ ഫോട്ടോ വെച്ചിരിക്കുന്നതുമായിരുന്നു. ഇതാണ് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നതും. ഇറാൻ ഔദ്യോഗികമായി പറയുന്നത് എന്തൊക്കെയാണ്? എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ? ഈ അപകടവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി വന്നിരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, മഞ്ജുഷ്, ഈ മോശം കാലാവസ്ഥ പർവ്വതനിരകളിൽ തട്ടി ഹെലികോപ്റ്റർ തകരുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തുള്ള മറ്റൊരു വിശദീകരണത്തിലേക്ക് ഇറാൻ ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിലെ മാധ്യമങ്ങളൊക്കെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഔദ്യോഗികമായി അവരുടെ ഭാഗത്തുനിന്ന് മറ്റ് വിശദീകരണമില്ല. ഇന്നലെ ഏതാണ്ട് ഇന്ത്യൻ സമയം 7 മണിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നതും ഇറാൻ പ്രസിഡന്റ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം പുറത്തു വരികയും മറ്റും ചെയ്തത്. ഇറാൻ പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, അയത്തുള്ള കൊമേനിയുടെ ഒപ്പമുണ്ടായിരുന്നു, അയത്തുള്ള കൊമേനിയുടെ പ്രതിനിധിയായുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ 9 പേർ അടങ്ങിയ ഒരു ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 9 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നത് ഇന്ന് ഏതാണ്ട് രാവിലെ 9 മണിയോടെയാണ്. 14 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഈ 14 മണിക്കൂറുകൾ ആകാംക്ഷയുടേതായിരുന്നു. ഒപ്പം ഈ 14 മണിക്കൂറുകളിൽ ചില പ്രതീക്ഷകളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ രക്ഷാസംഘത്തിനൊക്കെ അവിടെ എത്തിപ്പെടാനുള്ള ഒരു പ്രശ്നം ആദ്യഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കാരണം അതീവ ദുർഘടമാണ് ഇവിടത്തേക്കുള്ള വഴി. കാൽനടയായി മറ്റുമാണ് രക്ഷാസംഘം അവിടെ എത്തിയത്. മോശമായ കാലാവസ്ഥ ഒരു വലിയ പ്രശ്നമായിരുന്നു. വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. ഒപ്പം കാറ്റിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇതൊക്കെ രക്ഷാസംഘത്തെ എത്തിക്കാനുള്ള പ്രയാസം സംഭവിച്ചിരുന്നു. അവിടെയാണ് റഷ്യയും തുർക്കിയും പോലെയുള്ള
രാജ്യങ്ങൾ ഇറാന്റെ സഹായത്തിലെത്തുകയും തുർക്കിയുടെ ഒരു ഡ്രോണാണ് ഇത്തരത്തിൽ ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ 10-13 മണിക്കൂർ ശേഷം കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഹെലികോപ്റ്ററിന്റെ കോക്പിറ്റ് അടക്കം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കത്തി നശിച്ചതോടുകൂടി ഇവർ ജീവിച്ചിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് അനൌദ്യോഗികമായി തന്നെ ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അതോടുകൂടിയാണ് സ്ഥിരീകരണം ഉണ്ടാവുകയും നമ്മളടക്കം വാർത്ത നൽകുകയും ചെയ്തത്. ഈ 9 പേരും മരിച്ചു, 9 പേരും ജീവനോടെ രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഈ പ്രസിഡന്റിന്റെ ബോഡി പാർട്സ് അടക്കം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും പക്ഷേ മോശം കാലാവസ്ഥ അവിടുത്തെ തിരച്ചിലുകൾക്ക് വലിയ വിഘാതം സൃഷ്ടിക്കുന്നത് കൂടി ചേർത്ത് വായിക്കണം. ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മഞ്ജുഷ. കാരണം അയത്തുള്ള ഖൊമേനിയാണ്, നമുക്കറിയാം, അവിടുത്തെ ആത്മീയ ആചാര്യനാണ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി പോലും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം റൈസി എന്നുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്, അവിടുത്തെ ഒരു ഭരണഘടന അനുസരിച്ചുള്ള ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖാബൾ അവിടുത്തെ പ്രസിഡന്റായി ചുമതല ഏറ്റു എന്നുള്ളതാണ്. പ്രസിഡന്റ് ഭരിച്ചാൽ ഇറാനിലെ നടപടിക്രമങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ നിയമിക്കണം. പ്രസിഡന്റ് ഭരിക്കുകയോ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കാത്ത വിധമോ അസുഖബാധിതനാകുകയോ മറ്റും ചെയ്താൽ 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ നിയമിക്കണം, അതിനുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന നടപടിക്രമമുള്ള രാജ്യം കൂടിയാണ് ഇറാന്. ഏതായാലും ഇബ്രാഹിം റൈസിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ നഷ്ടം നികത്താനാവുന്നതല്ല. നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് അപകടത്തിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടിവരും. അത് ഇറാൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപിക്കും എന്നും കരുതാം. ഇറാനിൽ ഇപ്പോൾ അതിനിർണായകമായ ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലം ഉണ്ട്. പ്രസിഡന്റ് എടുക്കുന്ന ഓരോ തീരുമാനവും നിർണായകമാകുന്ന സമയമാണ്. അത് കണ്ടറിഞ്ഞുകൂടിയാണല്ലോ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനി ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഭരണപരമായ ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല എന്ന ആഹ്വാനം നടത്തിയത്. എന്തിൻ്റെയൊക്കെ സൂചനകളാണ് ഇത് നൽകുന്നത്? ഇറാൻ കടന്നു പോകുന്നത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടിയാണ് എന്നും കരുതാവുന്നതല്ലേ? തീർച്ചയായും ഈ ഇബ്രാഹിം റൈസി എന്നുള്ളത് നമുക്കറിയാം, ഈ മാറിയ ലോകക്രമത്തിൽ ഏതാണ്ട് ലോകത്തിൽ ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്നറിയാം. കാരണം വർഷങ്ങളായി നിരവധിയായ ഉപരോധങ്ങൾ വേട്ടയാടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതിപ്പോൾ സാമ്പത്തികമായാലും മറ്റ് ആയുധങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഈവൻ ഈ ചോപ്പറുകൾ, അതായത് ആകാശമാർഗത്തിൽ സഞ്ചരിക്കാനുള്ള അത്യാധുനിക വിമാനങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത പഴയ വിമാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന, അതിന് വിമാനങ്ങളുടെ സാധന സാമഗ്രികൾ പോലും ലഭിക്കാത്ത തരത്തിൽ ലോകം മുറുക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അത് ആണവ പരീക്ഷണമൊക്കെയായി ബന്ധപ്പെട്ടാണ് അതിനെ കൂട്ടി വായിക്കേണ്ടത്. പലതവണ ലോകരാജ്യങ്ങൾ UN അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടും തങ്ങളുടെ നിലപാടിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം, അത് അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ഈ ഇബ്രാഹിം റൈസി എന്ന നേതാവിൻ്റെ ഒരു കരുത്തിലായിരുന്നു ആ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധത്തിൽ ഇറാനിൽ വളരുകയും അയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമിയായി പോലും വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തത്. കാരണം അത്രത്തോളം ജനപ്രിയനായ ഒരു നേതാവായി ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ നേതാവിന്റെ നഷ്ടമുണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിരവധിയായ വിമാന അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് സാധാരണക്കാർക്ക്, വിമാനയാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ്. അതിനൊക്കെ കാരണമായി പറഞ്ഞു വരുന്നത് കാലപ്പഴക്കം വന്ന വിമാനങ്ങളാണ്, അവയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടപ്പിലാക്കാനാവാത്തതാണ്. അങ്ങനെയുള്ള വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങൾ പോലും ഒറ്റപ്പെടുത്തിയ ഒരു രാജ്യമായി ഇറാൻ മാറുകയാണ്. പല ഘട്ടങ്ങളിലും റഷ്യയും തുർക്കിയും മാത്രമാണ് ഇറാൻ രക്ഷകരായി വന്നിട്ടുള്ളത്. ഹമാസിന്റെ പിന്തുണയും ഇറാനുമായി ചേർത്ത് വായിക്കണം. ഇറാനൊപ്പം ഉണ്ടായിരുന്നു ഈ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്തൊക്കെ. ഇസ്രായേൽ യുദ്ധസമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പലതവണ ഇറാൻ പ്രഖ്യാപിച്ചതും ഏതാണ്ട് യുദ്ധസമാനം, അതായത് എപ്പോഴും ഒരു യുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. കാരണം പ്രഖ്യാപിത യുദ്ധമല്ലെങ്കിൽ പോലും അപ്രഖ്യാപിതമായി പല വിധത്തിലുള്ള പോരാട്ടങ്ങളും നടക്കുന്ന ഒരു രാജ്യമാണ്, യുദ്ധങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ വിടവ് ഇറാന് അത് അത്ര പെട്ടെന്ന് അത് പരിഹരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് അയത്തുള്ള ഖൊമേനിയെ പോലെ നേതാവ് ഇടപെടുകയും ഇറാന് മറ്റ് ഭരണപരമായ പ്രശ്നങ്ങളില്ലെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ആർജവം ഇറാനുണ്ട് എന്ന് പറയുകയും ചെയ്ത്. പക്ഷെ നമുക്കിനി കാത്തിരുന്നു കാണണം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ളതിൽ. മഞ്ജുഷ്, ശരി രഞ്ജിത്ത്, എന്തായാലും ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളോ അങ്ങനെയുള്ള വിശദീകരണങ്ങളോ ഒന്നും ഇറാൻ നൽകിയിട്ടില്ല. DNA പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഓരോ കാര്യങ്ങളും സ്ഥിരീകരിക്കുക. ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രസിഡന്റിന്റെ മരണം. ഇബ്രാഹിം
റുവൈസിയുടെ മരണം സ്ഥിരീകരിച്ചത് ഇറാനിലെ മാധ്യമങ്ങളാണ്. ഔദ്യോഗികമായിട്ട്, അതായത് DNA പരിശോധനയുടെ ഫലം വന്നതിന് ശേഷമായിരിക്കും ഭരണകൂടത്തിൽ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വരികയുള്ളൂ. പക്ഷേ ഇറാൻ പ്രസിഡന്റിന്റെ കസേരയിൽ കറുത്ത തുണിയിട്ടിട്ടുണ്ട്, സമീപം ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറാൻ പ്രസിഡന്റിന്റെ വിടവാങ്ങലിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണ ചുമതല നിർവഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്. ഇറാൻ പ്രസിഡന്റിന്റെ ആകസ്മികമായുണ്ടായ ഈ നിര്യാണത്തിൽ ലോക രാജ്യങ്ങൾ ഞെട്ടൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന അനുസരിച്ചാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പല റോഡുകളും വെള്ളത്തിലായിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ നഗരം വെള്ളക്കെട്ടിലായിരുന്നു. ഇന്നലെ പ്രശ്നമുണ്ടായിരുന്നു. ഇന്നും പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ. ഇതേ കാര്യം തന്നെയാണ് കൊച്ചിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടകൾ നിറഞ്ഞു കവിയുകയാണ് കൊച്ചി നഗരത്തിൽ. വിവിധയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണാം. ആദ്യം MG മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന്. തലസ്ഥാന നഗരിയിൽ അതിരൂക്ഷമായിട്ടുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഞ്ചക്കൽ ഭാഗത്താണ്. ഈ മേഖലയിലൊക്കെ തന്നെ സമീപകാലത്ത് ഈ ഒരു അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തന്നെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇരുചക്ര വാഹനങ്ങൾ പോകേണ്ട കാര്യമുണ്ട്. കൂടാതെ തന്നെ ഈ റോഡും വളരെ മോശമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോയില്ല എങ്കിൽ ഇരുചക്ര വാഹനത്തിലുള്ളവരൊക്കെ തന്നെ അപകടത്തിൽപ്പെടാനുള്ള വലിയ സാധ്യത തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ വരും മണിക്കൂറുകളിലും അതിരൂക്ഷമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നഗരഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ ഈ ഒരു മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. നഗരപ്രദേശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. കാരണം മുട്ടറ്റത്തോളം വെള്ളമാണ് പല പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് മേഖലയിലും ഒപ്പം തന്നെ ഗൗരീശ്വരട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മലയോര മേഖലകളിലുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രിയാത്ര അത് ഒഴിവാക്കണം. കൂടാതെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണമെന്നുള്ള ഒരു കാര്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ല. കൂടാതെ വരും മണിക്കൂറുകളിൽ അതിരൂക്ഷമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ അത് മറ്റന്നാൾ ബുധനാഴ്ചയോട് കൂടി ഒരു പക്ഷേ അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകരുതെന്നുള്ള തീർച്ചയായും അത് തന്നെയാണ്. കാരണം കുട്ടികളൊക്കെ തന്നെ കോളേജിൽ പോകുന്നത് കൊണ്ട് തന്നെ അവർ പ്രധാനമായും അവധി അടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അതിരൂക്ഷമായിട്ടുള്ള മഴയാണ്. കാരണം നമുക്ക് പോലും തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം പല കുഴികളുണ്ട്, ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റോഡുകൾ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ നഗരഹൃദയത്തിലുള്ള റോഡുകളെല്ലാം തന്നെ ഈ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായാൽ ഒരു പക്ഷേ ഇരുചക്ര വാഹനത്തിൽ വരുന്നവർക്കും ഒക്കെ തന്നെ അത് വലിയ രീതിയിൽ വലിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. കാരണം ആ കുഴികളിൽ വീണ് പലവർക്കും അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഇതുമായി സംബന്ധിച്ച് സ്കൂൾ തുറക്കാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അതിരൂക്ഷമായ മഴ ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ റോഡുകളുടെ പണി അതിവേഗം പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിന്റെ ഒരു ക്യാമ്പയിൻ കൂടി നമ്മൾ നടത്തിയത് കൂടിയായിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ ഒരു കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയൊക്കെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന സ്ഥിതിവിശേഷം വരും മണിക്കൂറുകളിലും അതിശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഈ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും തന്നെ വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് ഈ മഴ ഇങ്ങനെ തോരാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും അതിതീവ്രമായ മഴ ലഭ്യമാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നഗരഭാഗത്തൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ്.
തിരുവനന്തപുരത്ത് മഴ കനത്താൽ ഏറ്റവും ആദ്യം വെള്ളത്തിനടിയിലാകുന്ന നഗരപ്രദേശങ്ങളാണ് കണ്ണമ്മൂലയും ഗൗരീശവട്ടവും. നമ്മളിപ്പോൾ കണ്ണമ്മൂല തോടിന് അരികിലാണുള്ളത്. ഇപ്പോൾ ഈ അപകടകരമായ തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന തരത്തിലേക്ക് ഇവിടെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പക്ഷേ തുടർച്ചയായി മഴ പെയ്താൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് കണ്ടൊരു കാഴ്ചയുണ്ട്. വിവാഹത്തിന് വസ്ത്രങ്ങൾ വാങ്ങിവെച്ചിരുന്ന വീട്ടിലേക്ക് അടക്കം വെള്ളം കയറി ആ വിവാഹ വസ്ത്രങ്ങൾ ഉതിർന്നു പോവുകയും പിന്നീട് ആ പെൺകുട്ടിക്ക് സുമനസ്സുകളായ ആളുകൾ വിവാഹ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഒരു കാഴ്ചയുമൊക്കെയും കഴിഞ്ഞ തവണ ഉണ്ടായി. അത് കണ്ണമ്മൂല തോട്ടിന് കരയിലാണ്. നമ്മളിപ്പോൾ ഈ പ്രദേശവാസിയായ ഒരു ആൾ ചേരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടാ ഈ വെള്ളം കാണുമ്പോൾ? വെള്ളം എന്ന് പറയുന്നത് ഇപ്പോഴേ ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സാധാരണ വെള്ളം കയറുന്നതാണ് പതിവ്. പിന്നെ ഇത്രയും നേരം തുടർന്ന് നിൽക്കാത്തതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ കുറേ ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആശങ്കയുണ്ടോ ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ? ആശങ്ക വരാതിരിക്കാനുള്ള 99% ആശങ്കയാണ്. 1% മാത്രമേ ചിലപ്പോൾ വന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ വർക്ക്ഷോപ്പിലൊക്കെ സ്ഥിരം വെള്ളം കയറും. വർക്ക്ഷോപ്പിലെ സ്ഥിരം പിന്നെ ഇതേപോലെ 4-5 മണിക്കൂറൊക്കെ മഴ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ഇങ്ങനെ ഭാഗത്ത് കേരള ദൂരം ഇങ്ങനെ ഭാഗത്ത് മഴ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് നല്ലൊരു ശതമാനം നഷ്ടം വരണമുണ്ട്. എനിക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും നഷ്ടം വരണമുണ്ട്. എനിക്ക് വരുമ്പോൾ സ്വപ്പം കൂടുതൽ വരും. നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് വയ്ക്കുമ്പം നല്ലൊരു ശതമാനം പൈസ ആ നഷ്ടത്തിൽ ഇത് വെള്ളപ്പൊക്കത്തോടെ പോകും. കഴിഞ്ഞ പ്രാവശ്യം 4 മാസത്തിന് മുമ്പ് ഇതേപോലെ വെള്ളപ്പൊക്കം വന്ന സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഏകദേശം 8-10 ലക്ഷം രൂപ കടമായി മാറുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥ സംഭവം. ഇപ്പോൾ അവിടെ JCB കിടക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കംപ്ലീറ്റ് കോരി മാറ്റിയിട്ടില്ല. ഈ മണ്ണ് സൈഡിലെ മണ്ണ് അവർ എടുത്തിട്ട് ബാക്കി ഇങ്ങനെ കലക്കി ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എത്ര വൃത്തിയാവും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാ പ്രാവശ്യവും ഇതേപോലെ ടെൻഡർ കൊടുക്കുന്നു, അവർ പിന്നെ വന്ന് സൈഡിലെ മണ്ണ് വാരുന്നു, കലക്കി വിടുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോയി വേറൊരു സ്ഥലത്ത് ബ്ലോക്ക് ആവുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറും. ഇതാണ് യഥാർത്ഥ സംഭവം. വേസ്റ്റ് ഇവിടെ അടിയുന്നത് പ്രശ്നമാണ്. വേസ്റ്റ് അടിയുന്നുണ്ട്. അത് വേസ്റ്റ് അടിയുന്നതിന് നമ്മളെ ഗവൺമെന്റിന് അതിനെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. ഒന്ന് ക്യാമറ വെക്കേ, ഇതിൽ വേസ്റ്റ് രാത്രി ഓരോ വണ്ടികളിൽ കൊണ്ടുവന്ന് നമ്മൾ ഉറക്കമായതിനു ശേഷം അല്ലെങ്കിൽ സ്ഥാപനമൊക്കെ അടച്ചിട്ട് പോയതിനു ശേഷം വേസ്റ്റ് ഒരുപാട് കൊണ്ടുവന്ന് ഈ തോട്ടിനകത്ത് എറിയണമുണ്ട്. അപ്പം അതിനൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വ്യത്യാസം വരും. അതേപോലെ ഈ തോടെന്ന് പറയണത് സൈഡ് വാളെല്ലാം സൈഡ് താഴന്നേ കെട്ടി റെഡിയാക്കി. ഇത് 7 മീറ്റർ കുഴിയുള്ള തോടാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഇവിടെയാണ്. 7 മീറ്റർ കുഴിയുള്ള തോടാണ്. ഇപ്പം ഈ കുഴി ഇതിന് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2-2.5 മീറ്ററേ ഈ തോടിന് കുഴിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പരിഹാരം ഒരു നാട്ടുകാർക്ക് ഭയങ്കര ഒരു ഭീമമായ നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഏതായിരുന്നാലും നഗരത്തിൽ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ ആശങ്കയിലാണ്. മഴ ഇങ്ങനെ തുടർന്നു പോയാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനാകും എന്ന ഒരു ആശങ്ക തന്നെയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അരുൺ പാലോടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തും കൊച്ചിയിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടുകാരൻ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ നടന്നില്ല, ഓടകൾ വേണ്ട വിധത്തിൽ വൃത്തിയാക്കിയില്ല. ഇതിന്റെ വിപരീത ഫലമാണ് ഇപ്പോൾ നഗരത്തിലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ വലിയ വെള്ളക്കെട്ടായിരുന്നു. മഴ ശക്തമായതോടുകൂടി ആ വെള്ളക്കെട്ട് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. MG മിഥുൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. മിഥുൻ, ഏറ്റവും അവസാനം വന്നിരിക്കുന്ന മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? 1 മണിക്കുള്ള റിപ്പോർട്ട് വന്നോ IMDയിൽ നിന്ന്? മഞ്ജുഷ്, നിലവിൽ ഈ റെഡ് അലേർട്ട് 4 ജില്ലകളിൽ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് തുടരുന്നത്. ഈ മേഖലയിൽ അതിശക്തമായ മഴ ഉച്ചയ്ക്ക് ശേഷവും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കനത്ത മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 12 മണിക്കൂറിൽ അധികമായി നിർത്താതെ പെയ്ത മഴയ്ക്ക് ഇപ്പോൾ ശമനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെയൊക്കെ തന്നെ നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മറ്റ് റൂറൽ ഏരിയയിലും ഒക്കെ തന്നെ അതിശക്തമായ മഴയായിരുന്നു അനുഭവപ്പെടുന്നത്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. ഇഞ്ചക്കലടക്കമുള്ള മേഖലകളിലും ഒപ്പം തന്നെ തമ്പാനടക്കമുള്ള
മേഖലകളിലും എല്ലാം തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നുമൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത. പല പ്രദേശങ്ങളിലും ഈ ചാക്ക മേഖലകളിലൊക്കെ ഉള്ള പല വീടുകളിലും വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം കല്ലമ്പലത്ത് ഇന്ന് പുലർച്ചയോടുകൂടി അതിശക്തമായ മഴയെ തുടർന്ന് ഒരു വീട് തകർന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് ആ വീട്ടുകാരെല്ലാം തന്നെ വീടിനകത്തുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതകരമായി ഇവരെല്ലാം തന്നെ നിസ്സാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു വാർത്ത. എന്തായാലും വീട് പൂർണ്ണമായും തകരുകയും അവിടെ നിന്ന് ആളുകളെയൊക്കെ തന്നെ കൃത്യമായി ഒഴിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ റെഡ് അലേർട്ട് തുടരുന്ന 4 ജില്ലകൾക്ക് പുറമെ തിരുവനന്തപുരം, എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട്, കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നുണ്ട്. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ തുടരാനുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ മുൻകാലങ്ങളിലുണ്ടായ പ്രളയത്തിന്റെ വിഷ്വൽസ് അത് വലിയ രീതിയിൽ തെറ്റായ രീതിയിൽ വ്യാജപ്രചരണം നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുള്ള ഒരു കാര്യം കൂടിയും അല്പസമയത്തിന് മുമ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാ നടപടികളും, അതായത് ദുരിതാശ്വാസ ക്യാമ്പ് അടക്കം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ എല്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി യാത്രാ നിരോധനം അത് ഇടുക്കിയിൽ മാത്രമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ള മലയോര മേഖലയിൽ താമസിക്കുന്നവരൊക്കെ തന്നെ അവിടെ നിന്നും രാത്രിയിൽ യാത്ര അത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ കടലിൽ പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. വരും മണിക്കൂറുകളിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നുള്ള ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പിലും പറയുന്നത്. നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് അത് തുടരുവാനാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് പ്രകാരം 4 ജില്ലകളിലാണ് റെഡ് അലർട്ട്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ചൂടിന് ശമനമാണ് ഈ മഴ, പക്ഷേ അപകടങ്ങൾ കൂടുന്നുമുണ്ട്. മഴ ആസ്വദിക്കുന്നതിനൊപ്പം ചില ജാഗ്രത കൂടി അതിനാൽ നിർബന്ധമാണ്. ഈ എക്സ്പ്ലെയിനർ കാണാം. ചൂടെടുത്തിട്ട് വയ്യെന്ന് കരഞ്ഞിരുന്ന മലയാളികൾക്കിനി കുളിർമഴക്കാലം. എടമോനെ, കാലവർഷം ഇങ്ങെത്തി കേട്ടോ. ഇനി വരൾച്ചയുടെ ആടുജീവിതമല്ല, കുളിരിന്റെ പ്രേമലു. കാത്തുകാത്തിരുന്ന് മഴയെത്തിയ സന്തോഷത്തിലാണ് മലയാളി. മെയ് അവസാനത്തോടെ കേരളത്തിലേക്ക് കാലവർഷം പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ആളിപ്പോ തെക്കൻ ആൻഡമാൻ കടലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാലദ്വീപ്, കൊമോറിൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ കാലവർഷം എത്തിയതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടിയും മിന്നലും കാറ്റും കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 22ഓടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരാനിരിക്കുന്നത് പെരുമഴക്കാലമാണ്. ആവേശം നല്ലതല്ല, ശ്രദ്ധ വേണം അമ്പാനെ. അതേ മഴക്കാലം ആശങ്കയുടെ കാലം കൂടിയാണ്. മതിയായ ജാഗ്രത എല്ലാവരും പുലർത്തണമെന്ന് ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. മലയോരവാസികളും ശ്രദ്ധിക്കണം. നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ വെള്ളത്തിലിറങ്ങിയുള്ള അഭ്യാസങ്ങൾ ഒഴിവാക്കിയേര് കേട്ടോ. ഇനി മഴയുഗമ, ഇടവപ്പാതിയുടെ ഒരു അപഭ്രംശം. അതുകൊണ്ട് അധികാരികൾ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പാലിച്ച് സേഫായിട്ട് മഴക്കാലം ആസ്വദിക്കുക. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം ഒരു കടയുടെ തൂണിൽ നിന്ന് ഷോക്കേറ്റ് ഒരു 18-കാരൻ മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ KSEB പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. KSEBയുടെ അനാസ്ഥയാണ്
ഈ കൗമാരക്കാരന്റെ മരണത്തിന് പിന്നിലെന്നാണ് കുടുംബം പറയുന്നത്. അത് ശരിവെക്കുന്ന കാര്യങ്ങളും കടയുടമ പറയുന്നുണ്ട്. ഈ കടയിൽ എർത്തിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ്. KSEBയുടെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയെങ്കിലും രജിസ്റ്റർ ചെയ്തതിനു ശേഷം തിരികെ പോയി. ഈ പരാതി പരിഹരിക്കാൻ KSEB തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതും മുഹമ്മദ് റിജാസ് എന്ന 18-കാരൻ മരിച്ചതും. സഹോദരൻ ഇപ്പോൾ പറയുന്നത് KSEBയുടെ വീഴ്ചയാണ് ഈ സംഭവത്തിന് കാരണമെന്നാണ്. സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ KSEB ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരൻ ഷംസുദ്ദീൻ ന്യൂസ് 18 കേരളവുമായി സംസാരിച്ചിരുന്നു. ഒപ്പം ഈ കടയുടമയും ഇതേക്കുറിച്ച് പരാതി പറഞ്ഞു. KSEB തിരിഞ്ഞു നോക്കിയില്ലെന്നും മരണം സംഭവിച്ചതിന് ശേഷം പെട്ടെന്നെത്തി ഈ തകരാർ പരിഹരിച്ചു എന്നുമാണ് ഈ കടയുടമയും പറയുന്നത്. വിശദമായ റിപ്പോർട്ട് കാണാം. പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. കിനാശ്ശേരിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന റിജാസ് ഈ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ കേടാവുകയും നമ്മൾ ഈ കാണുന്ന വെയിറ്റിംഗ് ഷെഡിൽ അദ്ദേഹം കാത്തിരിക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടിലേക്ക് വിളിച്ച് സഹോദരനെ വാഹനത്തിൽ വരുത്തി. ഈ വീട്ടിൽ നിന്നും സഹോദരൻ എത്തിയ ശേഷം ഈ വെയിറ്റിംഗ് ഷെഡിൽ നിന്നും പുറത്തേക്ക് വന്ന റിജാസ് വാഹനം സുരക്ഷിതമായി സമീപത്ത് തന്നെയുള്ള ഒരു കടയുടെ തിണ്ണയിൽ വെക്കുന്നതിനായാണ് ഒരുങ്ങിയത്. അതിനുശേഷമാണ് ആ ബൈക്ക് തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ സ്കൂട്ടർ തള്ളിക്കൊണ്ട് ഈ സമീപത്തുള്ള കടയിലേക്ക് വന്നത്. ഒപ്പം അദ്ദേഹത്തെ കൂട്ടാൻ വന്ന സഹോദരനും ഉണ്ടായിരുന്നു. അങ്ങനെ സഹോദരൻ വാഹനം തള്ളി ഈ കടയുടെ മുന്നിലേക്ക് തിണ്ണയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് ഈ കാണുന്ന തൂണുകൾ, ഈ തൂണിൽ ഈ റിജാസ് പിടിച്ചത്. തുടർന്ന് ഷോക്ക് ഏൽക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ 3 തൂണുകൾ ഈ കടയുടെ മുൻവശമുണ്ട്. GI ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മേൽക്കൂരയാണുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി മുതൽ ഈ കടയിലെ എർത്തിങ് തകരാറായിരുന്നു എന്ന് കടയുടമയായ മുഹമ്മദ് KSEBയിൽ പരാതി നൽകിയിരുന്നു. ലൈൻ കമ്പിയോട് 3 ഫേസ് ലൈൻ കമ്പിയോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ കടയ്ക്ക് മുകളിൽ വിശാലമായി പരന്നു കിടക്കുന്ന ഈ മാവിലകൾ ഉള്ളത്. ആ മാവിലകളിൽ തട്ടിയതാവാം ഒരുപക്ഷെ. ഒപ്പം തൊട്ടപ്പുറത്ത് ഈ സർവീസ് ലൈൻ പോകുന്ന അവിടെയും ചില ചെടി വളർന്നു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. എന്തായാലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. 17-ാം തീയതി തന്നെ 8 തവണ ഫോൺ വിളിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ഈ KSEB ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നേരിട്ട് പരാതി നൽകണമെന്ന ആവശ്യമാണ് KSEB മുന്നോട്ട് വെച്ചത്. അതിനുശേഷം നേരിട്ട് പരാതി നൽകിയെങ്കിലും ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കടയിലെത്തിയ ശേഷം ഈ കാര്യം പരാതി സംബന്ധിച്ച പരിശോധന നടത്താൻ വന്നതാണ് എന്ന് പറഞ്ഞ ശേഷം ഇന്ന് തന്നെ ഈ പരാതി പരിഹരിക്കുമെന്ന് പറഞ്ഞ ശേഷം മടങ്ങുകയും ചെയ്തു. പിന്നീട് ഈ യുവാവ് മരിക്കുന്നത് വരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് കടയുടമയായ മുഹമ്മദ് പറയുന്നത്. ഈ ഞായറാഴ്ച തന്നെ 11 മണിക്ക് KSEBയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ കൺസ്യൂമർ നമ്പർ വീഡിയോ തുറന്നിട്ട് എടുത്ത് കൺസ്യൂമർ നമ്പർ പ്രകാരം അത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആൾ വരും, KSEB നാളെ വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ മരിക്കുന്ന വരെ ഒരു വന്നില്ല. ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണമെന്ന് യുവാവിന്റെ കുടുംബം പറയുന്നു. 19 വയസ്സുകാരനായ യുവാവ് +2-ൽ മികച്ച വിജയം നേടിയ ശേഷം ഇന്ന് എയറോനോട്ടിക്കൽ കോഴ്സിന് ചേരാനായി സർട്ടിഫിക്കറ്റ് നൽകാനിരിക്കെയാണ് മരണമുണ്ടായിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കൃത്യമായി നടപടികൾ എടുക്കുന്ന KSEB ഉദ്യോഗസ്ഥർ ഈ പലതവണ കടയുടമ പരാതി നൽകിയിട്ടും അത് വകവെക്കാതിരുന്നതാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമായതായാണ് കുടുംബം പറയുന്നത്. നിയമ നടപടികൾ സ്വീകരിക്കും. ഈ അനാസ്ഥയിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും നാട്ടുകാരടക്കം എല്ലാവരും വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ വരുന്ന വഴിയിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഈ കറണ്ട് കമ്പി, വൈദ്യുതി ലൈൻ ഈ വീടുകളിലെയും മറ്റും മരങ്ങളിലെയും മറ്റുമൊക്കെ ഈ മരങ്ങളുടെ ശിഖരങ്ങളുമായൊക്കെ മുട്ടിക്കിടക്കുന്നെങ്കിൽ പോലും അവ നന്നാക്കാൻ പറഞ്ഞിട്ട് പലവട്ടം ഈ കാര്യം അറിയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികളുണ്ടാകുന്നില്ല. മഴക്കാലത്തിന് മുമ്പായി ഇത്തരത്തിൽ ശിഖരങ്ങളും മറ്റും വെട്ടി നീക്കുന്ന പതിവ് ഈ KSEB കൊണ്ട്, പക്ഷേ അതും ഇത്തവണ നടപ്പിലാക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജ് കോവൂരിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അതീവ ഗുരുതരമായ പരാതിയുമായി ഈ കുടുംബവും കടക്കാരനും ഒക്കെ രംഗത്തെത്തുന്നത്. എന്തായാലും ശക്തമായ നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ, വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും അവർക്കെതിരെ സ്വീകരിക്കുകയും വേണമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും കടക്കാരനുമൊക്കെ ആവശ്യപ്പെടുന്നത്. ഈ സംഭവത്തിൽ KSEBയുടെ ഫറോക്ക് സെഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K മിനി ഈ സംഭവ സ്ഥലത്തെത്തി. കടയുടമയുടെ പരാതിയിൽ പരിശോധന നടക്കുന്നുമുണ്ട്. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടി ഉണ്ടാവും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞത്. അതേസമയം ഇത്തരത്തിലുള്ള തകരാറുകൾ പരിഹരിക്കാനായി ലൈൻ ഓഫ് ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നാണ് മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. തീർച്ചയായും എണ്ണത്തിൽ ദുഃഖമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഉദ്ദേശം 2 മണിക്കാണ് കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്ത് ശ്രീ റിജാസ് വൈദ്യുതി ഷോക്കേറ്റ് മരണപ്പെട്ടു എന്ന് മനസ്സിലായത്. അവിടുത്തെ ഒരു സ്ഥാപനത്തിന് നൽകിയ കണക്ഷന്റെ സർവീസ് വയർ അവിടുത്തെ മെറ്റൽ ഷീറ്റിൽ ഉരഞ്ഞ ഇൻസുലേഷൻ നഷ്ടപ്പെട്ടത് മൂലമാണ് ഷോക്ക് എന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നതായി. മറ്റൊരു വാർത്തയിലേക്ക്. ആളുകളെ വിദേശത്ത് കൊണ്ടുപോയി അവയവ കച്ചവടം നടത്തുന്ന സംഘത്തിന്റെ കണ്ണികൾ വലുതാണെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യ കണ്ണിയായ തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത് പിടിയിലായത്. സബിത്ത് നാസറിനെ ഉച്ചയ്ക്ക് ശേഷം അങ്കമാലി കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ നിലപാട്. കൊച്ചി സ്വദേശിയായ ഇടനിലക്കാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരകളിൽ കൂടുതൽ പേരും കേരളത്തിന് പുറത്തുനിന്നുള്ളവർ ആണെന്നാണ് പോലീസ് ഇതിനകം കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിലെ അതിഥി തൊഴിലാളികളും അവയവദാനത്തിന്റെ ഇരകളാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, വലിയൊരു കണ്ണിയാണല്ലോ പിടിയിലായിരിക്കുന്ന സാബിത്ത്. എങ്ങനെയാണ് ഇവരുടെ ഓപ്പറേഷൻ എന്നാണ് ഇതുവരെ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ? മഞ്ജുഷ, കഴിഞ്ഞ കുറേയധികം നാളുകളായി റാക്കറ്റ് ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളവും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റായിട്ടുള്ള സാബിത്ത് നാസറിനെ ആദ്യവട്ട ചോദ്യം ചെയ്യലെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ വേരുകളുള്ള ഒരു അവയവ മാഫിയയാണ്. അതിന്റെ ഭാഗമാണ് ഇവിടെ സാബിത്തും കൂട്ടരും എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അത് ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നിരവധി പേരെയാണ് ഈ രീതിയിലേക്ക് ഈ അവയവ എടുക്കുന്നതിന് വേണ്ടി ഇവർ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സബിത്ത് മാത്രം ഏതാണ്ട് 20ഓളം പേരെയാണ് ഈ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരിൽ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ അതിഥി തൊഴിലാളികളെയും ഈ രീതിയിലേക്ക് ചൂഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഇത് നിയമപ്രകാരം നടക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നതെന്നാണ് സബിത്ത് പറഞ്ഞിരിക്കുന്നത്. 60 ലക്ഷത്തോളം രൂപയാണ് ഇവർ ഇടനിലക്കാരായി നിന്ന് കൈപ്പറ്റുന്നത്. ഇതിൽ 10 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്, അവയവം ദാനം ചെയ്യുന്നവർക്ക് നൽകുന്നതെന്നാണ് സബിത്തിന്റെ ഒരു വെളിപ്പെടുത്തലായിട്ട് വന്നിരിക്കുന്നത്. ഇവർ ഇവിടെ നിന്ന് ആളുകളെ കുവൈറ്റിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഇറാനിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് അവരൊരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. 20ഓളം പേരിൽ സബിത്ത് കൊണ്ടുപോയ 20ഓളം പേരിൽ കേരളത്തിൽ നിന്നുള്ളവർ കുറവാണ് എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിന് മനസ്സിലാകുന്നത്. മറ്റിടങ്ങളിൽ നിന്ന്, അതായത് അതിഥി തൊഴിലാളികളിൽ നിന്നടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് കേരളീയർ ഇതിൽപ്പെട്ടിട്ടുള്ളത് വളരെ ചുരുക്കം പേരാണ് എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാളുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസുകൾ, ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. ഇയാളുടെ ഇടപാടുകൾ എന്തായിരുന്നു, ഈ വലിയ രീതിയിൽ തന്നെ ഇവർ ഇടനിലക്കാരായി നിന്ന് പണം ഇങ്ങനെ അപഹരിക്കുമ്പോൾ അത് എന്തിനു ഉപയോഗിച്ചു, ആർക്കെല്ലാമായി ഇവർ വീതം വെച്ചു, എന്തായിരുന്നു അവരുടെ പ്രവൃത്തികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശകലനമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളടക്കം ഈ അന്വേഷണത്തിലേക്ക് കടന്നുവരികയും ചെയ്തത്. സബിത്തിന്റെ കൂട്ടാളിയായ ഇതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരു കൊച്ചി സ്വദേശിയെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതാണ് ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. ഇയാൾ കൂടി വരുമ്പോൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അങ്കമാലി കോടതിയിൽ സബിത്തിനെ ഹാജരാക്കുകയും ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇയാൾക്കായുള്ള കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിക്കും.
ശരി ഡാനി, എന്തായാലും വലിയ കണ്ണികൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ മോഡൽ, അത് ലഹരി മരുന്നുമായിട്ടായിരുന്നു. ഇവരെക്കുറിച്ചുള്ള അന്വേഷണവും ശക്തമാക്കിയിരിക്കുന്നത്. ലഹരി മാഫിയയുടെ കണ്ണികളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോയിരിക്കുന്നത്. ഈ അന്വേഷണം ബംഗളൂരുവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അവയവദാനത്തിൽ അന്വേഷണം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ലഹരി മാഫിയയെക്കുറിച്ചുള്ള അന്വേഷണം ബംഗളൂരുവിലേക്ക് പോലീസ് നീക്കുകയാണ്. ഭായി ബോസ്, ഈ രണ്ട് പേർക്കുമായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, ആരാണ് ഭായി, ആരാണ് ബോസ്? ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ മോഡലിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിശദീകരണങ്ങൾ? മഞ്ജുഷ, കൊച്ചി എളമക്കരയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടന്ന ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രമുഖ മോഡൽ അൽക്ക ബോണിയും മറ്റഞ്ചംഗ സംഘവും പിടിയിലായത്, കഴിഞ്ഞ ശനിയാഴ്ച പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴും ഇവരുടെ ചില കണക്ക് പുസ്തകങ്ങൾ, ഈ ലഹരി ഇടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് പുസ്തകം അവിടെ നിന്നും പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്നും ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ലഹരി മാഫിയ തന്നെ ഇവർക്ക് പിന്നിലുണ്ട്. ഒരു ഭായി, ബോസ് എന്നീ രണ്ടു പേരിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഫാഷൻ മോഡൽ രംഗത്തേക്കും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ അൽക്ക ബോണി കൊച്ചി വരാപ്പുഴ സ്വദേശിനിയാണ്. ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി കൊച്ചിയിലും ബംഗളൂരുവിലും ഉൾപ്പെടെ വിവിധ മോഡൽ കമ്പനികളുമായി ബന്ധപ്പെട്ട്, മോഡലിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബംഗളൂരിൽ നിന്നാണ് ഇവർ പിടിച്ചെടുത്ത, കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്ത ഈ കൊക്കൈനും MDMAയും കഞ്ചാവും എത്തിച്ചതെന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇവരുടെ ചോദ്യം ചെയ്തതിന് ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഫാഷൻ മോഡൽ രംഗത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ അൽക്ക ബോണി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബംഗളൂരിലൊരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനായി പോയപ്പോഴും തിരികെ വന്നപ്പോഴും ലഹരി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ മോഡലിംഗ് രംഗത്ത്, ഫാഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന യുവതികളിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. ഇവർ ഈ മോഡലിംഗുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ അന്തർ സംസ്ഥാന യാത്രകൾ നടത്തുമ്പോൾ അതിൽ തിരികെ വരുന്ന വഴി ബംഗളൂരിൽ നിന്നും ഗോവയിൽ നിന്നും ലഹരി കൊണ്ടുവരുന്നുണ്ട്, മാരക ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരുമുണ്ടല്ലോ, ഭായിയും ബോസും, ഇവര് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണോ അതോ കൊച്ചിയിൽ സങ്കേതം ഉറപ്പിച്ചിട്ടുള്ളവരാണോ? കൊച്ചിയിലാണ് ഇവരുടെ ഇടപാടുകൾ നടക്കുന്നത്. അതായത് കൊച്ചിയിലെ പല മോഡലിംഗ് കമ്പനികളുമായി അൽക്ക ബോണിക്ക് ബന്ധമുണ്ട്. ഈ മോഡലിംഗ് കൊച്ചി ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളെയും മോഡലിംഗ് കമ്പനികളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. ബംഗളൂരിനൊപ്പം തന്നെ കൊച്ചിയിലെ മോഡലിംഗ് കമ്പനികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ മോഡലിംഗ് രംഗത്തുള്ള പല ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബോസും ഭായിയും, ഇത് രണ്ടും ആരാണെന്ന് കണ്ടെത്തണം. ഇതൊരു വ്യാജ പേരാണോ, ഇവർ വിശേഷിപ്പിക്കുന്ന പേരുകൾ മാത്രമാണോ, അവരാരാണ് തുടങ്ങി കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ റാക്കറ്റിലേക്ക്, ബംഗളൂരു കൊച്ചി ബേസ് ചെയ്തുള്ള ഈ ലഹരി റാക്കറ്റിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ശരി ടോം, എന്തായാലും ലഹരി മാഫിയയെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കൊച്ചി പോലീസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടിയിലായ മോഡൽ ഒപ്പം കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നൊരു പ്രധാനപ്പെട്ട വിധി ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോവുകയാണ്. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയായ ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിധി വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എപ്പോഴത്തേക്ക് ഹൈക്കോടതിയിൽ നിന്ന് വിധി പ്രതീക്ഷിക്കാം? മഞ്ജുഷ, 1:15 ഈ വിധി കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയെ വധശിക്ഷ നടപ്പാക്കണമെങ്കിൽ അതിന് ഹൈക്കോടതിയുടെ അനുമതി വേണം എന്നുള്ളതാണ് നിയമം. അത് തേടിക്കൊണ്ടാണ് സർക്കാർ അമീറുൽ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലുന്ന
കാര്യത്തിൽ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അമീറുൽ ഇസ്ലാമിന്റെ ഹർജി കൂടി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. താൻ നിരപരാധിയാണ്, ഈ കേസിൽ തനിക്കെതിരെ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, തന്നെ അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഈ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കുന്നത്, തനിക്ക് ദിശയുമായി ഒരു മുൻപരിചയവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ അമീറുൽ ഇസ്ലാം ഹർജിയിലൂടെ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജിയും ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. 2016 ഏപ്രിൽ 28 അതിക്രൂരമായ ബലാത്സംഗത്തെ തുടർന്ന് ജിഷ എന്ന പെൺകുട്ടി മരിക്കുന്നത്. 38 മുറിവുകളാണ് ജിഷയുടെ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ജൂൺ 16 തീയതി, അതേ വർഷം ജൂൺ 16 തീയതിയാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് മാസങ്ങളോളം ഉള്ള വിചാരണ നടക്കുന്നു. അതിനുശേഷമാണ് വിചാരണ കോടതി അമീറുൽ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. 1991 ശേഷം റിപ്പർ ചന്ദ്രന് ശേഷമുള്ള വധശിക്ഷ, ആദ്യത്തെ വധശിക്ഷയാണ്. ഒരുപക്ഷെ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ശരി, ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും. അല്പസമയത്തിനകം അപ്പോൾ വിധി പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു കേസ് കൂടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു. RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. സത്യഭാമയുടെ ഹർജി പരിഗണിച്ചാണ് ഈ ഉത്തരവ്. തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. CN പ്രകാശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പ്രകാശ്, ഇക്കാര്യത്തിൽ ഈ സത്യഭാമയുടെ അറസ്റ്റ് തടയരുത് എന്ന് രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടതാണല്ലോ. എന്താണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു ഉത്തരവ് വരാൻ കാരണം? മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ RV രാമകൃഷ്ണൻ ഇവർക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് RV രാമകൃഷ്ണനെതിരായ ആക്ഷേപ പരാമർശത്തിൽ സത്യഭാമയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. സത്യഭാമയുടെ ഹർജി പരിഗണിച്ചാണ്, മുൻകൂർ ജാമ്യം അപേക്ഷ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇടക്കാല ഉത്തരവാണ്. ഇത് പിന്നീട് ഈ തിങ്കളാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ RV രാമകൃഷ്ണൻ ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇവരുടെ ഹർജി അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ശരി പ്രകാശ്. കാസർഗോഡ് പടന്നക്കാട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുടക് സ്വദേശിയായ പ്രതി കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. നേരത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഈ CCTV ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്തിക്കാൻ കാരണമായത്. പടന്നക്കാട് 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നു. പക്ഷേ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി നമുക്ക് സൂചന ലഭിക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും കുടക് സ്വദേശിയാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇയാൾക്കെതിരെ നേരത്തെ കർണാടകയിൽ, അതായത് കുടകിൽ ഒരു പെൺകുട്ടിയെ, 10ാം തരത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിട്ടുന്നതിനും ഇടയിൽ ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കിയ ഒരു കേസ് കൂടി നിലവിലുണ്ട്. ഇയാളെ അന്ന് കർണാടക പോലീസ് ഈ കാസർഗോഡ് വന്നാണ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇയാൾക്കെതിരെ മറ്റു കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. നേരത്തെ ഒരു 5 ദിവസം മുൻപ് ഈ കുറന്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇയാൾ അതിക്രമിച്ച് കയറുകയും അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്യുകയും പിറകുവശത്തെ വാതിലൂടെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് മുക്കുമണ്ഡമായതിനാൽ ഇതിൽ പരാതി നൽകിയിരുന്നില്ല. എന്തായാലും ഇയാൾക്ക് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് പതിവ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സംഭവം നടന്ന ബുധനാഴ്ച പുലർച്ചെ ഈ കുട്ടിയെ കാണാത്ത ദിവസം ഇയാളെ കാണാനില്ലായിരുന്നു. അത് സംശയത്തെ തുടർന്ന് പിന്നീട് നമ്മുടെ ന്യൂസ് 8 പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളാണ് ഇതിൽ നിർണായകമായത്. ഈ CCTV ദൃശ്യം കണ്ട ബന്ധുക്കൾ ഇവന്റെ വിവരങ്ങൾ പോലീസിന് നൽകിയായിരുന്നു. ഇയാളുടെ നടത്തവും ശരീരപ്രകൃതമാണ് പ്രധാനമായും വീട്ടുകാർ ഇയാളെ തിരിച്ചറിയാൻ കാരണം. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് വിവരങ്ങൾ. പക്ഷേ കസ്റ്റഡിയിൽ എടുത്ത കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകുന്നില്ല. എന്തായാലും 2 ദിവസത്തിനകം തന്നെ ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുന്നതിനാണ് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത്. ഏതായാലും DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ഇതിനിടയിൽ തന്നെ പ്രതിയെന്ന് സംശയിച്ച് നേരത്തെ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇയാൾക്കെതിരെ നേരത്തെ 2 കേസുകളിൽ വാറന്റുണ്ട്. ഇതേ തുടർന്നാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. മാത്രമല്ല ഇയാൾക്ക് ഈ സംഭവത്തിൽ പങ്കില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ വീടിന്റെ 500 മീറ്റർ മാത്രം അകലെയുള്ള ഒരാളാണ് ഈ ഹീനമായ പ്രവൃത്തി നടത്തിയ എന്ന കാര്യത്തിൽ പോലീസ് ഉറപ്പ് തരുന്നു. പക്ഷേ അതേസമയത്ത് തന്നെ ഇയാൾക്ക് ഇത്തരത്തിൽ ഈ രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ഈ പ്രദേശങ്ങളിലൊക്കെ മോഷണം നടത്തുകയും ചെയ്യുന്നതാണ് പതിവ്. എന്തായാലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ
പോലീസ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷപ്പെടുന്നത്. കോഴിക്കോട് പന്തീരങ്കാവിലെ ഗാർഹിക പീഡന കേസിലെ പ്രതിയായ രാഹുലിനെ തിരികെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. പോലീസ് ഈ ഉദ്യമം തുടരുകയാണ്. അതേസമയത്ത് തന്നെയാണ് പോലീസിനോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 27ലേക്ക് മാറ്റിവെച്ചിട്ടുമുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാഹുലിനെ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമം അത് ഏത് ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? രണ്ടാമത്തേത്, അമ്മയുടെയും സഹോദരിയുടെയും അറസ്റ്റ് കോടതി തൽക്കാലത്തേക്കെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും വിജയം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നേരത്തെ ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചു, ഇതിന് പിന്നാലെ റെഡ് കോർണർ നോട്ടീസ് അയക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് പോലീസ് പറയുന്നു. അത് കുറച്ചുകൂടി സങ്കീർണമായ പ്രക്രിയകളാണ് അതിൽ വേണ്ടി വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് പോലീസ് പറയുന്നു. മറുവശത്ത് ഈ അമ്മ, സഹോദരി എന്നിവരെ അറസ്റ്റ് ചെയ്തൊരു സമ്മർദ്ദം ചെലുത്തിയാൽ ഒരുപക്ഷെ രാഹുൽ നാട്ടിലേക്ക് എത്തിയേക്കുമെന്ന ഒരു കണക്കൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗാർഹിക പീഡന കേസിൽ ഇരുവരെയും പ്രതി ചേർക്കുകയും ചെയ്ത് ഇതിനെതിരെയാണ് മുൻകൂർ ജാമ്യ ഹർജി കോഴിക്കോട് ജില്ലാ കോടതിയിൽ അമ്മയും സഹോദരിയും നൽകിയത്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി യുവതി പരാതി നൽകിയപ്പോൾ അമ്മയുടെയും സഹോദരിയുടെയും പേരോ അല്ലെങ്കിൽ ഇവർക്കെതിരായ മൊഴിയോ ഉണ്ടായിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളോടടക്കം ഈ കുടുംബം വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോഴും അമ്മയുടെയും സഹോദരിയുടെയും പങ്കിനെ കുറിച്ച് യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. അതുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിന്റെ ജാള്യത മറയ്ക്കാനാണ് പോലീസ് ഇരുവരെയും പ്രതി ചേർത്തിരിക്കുന്നത് എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യം തന്നെയാണ് ജാമ്യ ഹർജിയിലും പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ ഇരുവരും. ഇവരെ ഈ ഡിസ്ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നും കോടതിയിൽ ഇവർ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടിയന്തരമായി തടയണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി ഇക്കാര്യം അംഗീകരിച്ചില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചും ഇവരുടെ ആരോപണങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും കേസ് പിന്നീട് മാറ്റിവെക്കുകയുമായിരുന്നു. മഞ്ജുഷ്. ശരി അനീഷ്. ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. കോടതി അലക്ഷ്യ കേസിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. ഇന്ന് 2 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം തള്ളിയതിനെതിരെ സുധാകരൻ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള കോടതി അലക്ഷ്യ കേസിലാണ് ഈ നടപടി. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. പ്രകാശ്, അന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണ ആവശ്യം തള്ളിയപ്പോൾ സുധാകരൻ ചില വാക്കുകൾ പ്രയോഗിച്ചിരുന്നു. അതിൽ മ്ലേച്ഛം എന്നുള്ള ആ വാക്ക് അത് ജഡ്ജിമാരെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. ഇതാണല്ലോ ആ കോടതി അലക്ഷ്യ നടപടിക്ക് കാരണമായിരിക്കുന്നത്. എന്താണ് ഇന്ന് ഹൈക്കോടതി നടത്തിയ പരാമർശം? സുധാകരൻ നേരിട്ട് ഹാജരായി ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണോ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സിംഗിൾ ബെഞ്ച് അനുവദിച്ചിരുന്നു. അതിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണ ആവശ്യം തള്ളുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തൃശൂർ ചാവക്കാട് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ജഡ്ജിമാരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടും കോടതിയുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ KPCC അധ്യക്ഷനായ K സുധാകരൻ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ കേസ് അഡ്വക്കേറ്റ് ജനാർദ്ദൻ ഷേണായിയാണ് ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ജനാർദ്ദൻ ഷേണായിയാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇതിനുശേഷമാണ് ആ ഹർജിയിലാണ് നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് 2 മണിക്ക് K സുധാകരനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട കേസാണ്. കോടതി അലക്ഷ്യ നടപടിയിലാണ് K സുധാകരനോട് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് വിവിധയിടങ്ങളിൽ സ്വർണ്ണ കവർച്ച വ്യാപകമാവുകയാണ്. 2 ഇടങ്ങളിൽ വൻ കവർച്ച നടന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ഉണ്ട്. മൊഗ്രാൽ പുത്തൂരിൽ വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. മഞ്ചേശ്വരം മച്ചമ്പാടിയിൽ 9.5 പവൻ സ്വർണവും 9 ലക്ഷം രൂപയും കവർന്നു. മഞ്ചേശ്വരത്തെ ഇബ്രാഹിം എന്നയാളുടെ വീട്ടിലാണ് വലിയ കവർച്ച നടന്നത്. വീട് പൂട്ടി ബന്ധു വീട്ടിൽ പോയ സമയത്തായിരുന്നു ഈ കവർച്ച. മച്ചമ്പാടി CM നഗറിലെ പ്രവാസി ഇബ്രാഹിം ഖലീലിന്റെ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്നാണ് 9.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 9 ലക്ഷം രൂപയും കവർന്നത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്.
ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ KP യോഹന്നാന് നാടുവിട് നൽകുകയാണ്. തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി സജി ചെറിയാൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. നാളെയാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ശരണ്യ സ്നേഹത്തിലുണ്ട്. ശരണ്യ, എന്തെല്ലാമാണ് പൊതുദർശനത്തിന്റെ വിവരങ്ങൾ? വിദ്യാഭ്യാസ രംഗത്തുമില്ല. മഞ്ജുഷ, ഇപ്പോഴും ബിലീവേഴ്സ് ചർച്ചിന്റെ തിരുവല്ലയിലെ ആസ്ഥാനത്ത് പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി മുതൽ നാളെ രാവിലെ 9 മണി വരെയാണ് പൊതുദർശനത്തിനായുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശ്വാസികളായ നിരവധി ആളുകൾ ഇവിടേക്ക് സഭാധ്യക്ഷനെ അവസാനമായി കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളവും ഇതിന് പുറമെ മറ്റിടങ്ങളിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നേപ്പാളും ഭൂട്ടാനും അടക്കമുള്ള ഇടങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന സഭയാണ് ബിലീവേഴ്സ് സഭ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നായി 30 ബിഷപ്പുമാരാണ് ഇന്ന് ഇവിടെ കാർമ്മികത്വത്തിനായി ഈ സംസ്കാര ശുശ്രൂഷകൾക്കും മറ്റുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ ആതുരാലയങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്ന സഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ഇന്ന് അന്തിമോചനം അർപ്പിക്കാനായി സംസ്ഥാന സർക്കാരിന് വേണ്ടി സജി ചെറിയാനാണ് എത്തിയത്. ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AM ആരിഫ് MP, ഒപ്പം ഗോവ ഗവർണർ അടക്കമുള്ള ആളുകൾ, PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകളും പ്രധാനപ്പെട്ട ആളുകളും എത്തി. ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരായ ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി എത്തിയിരുന്നു. ഒപ്പം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. സഭയുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള വിശ്വാസികൾ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ്, ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഡാലസിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിലെത്തിയത്. അവിടെ ബിഷപ്പുമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് നിരണത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി എത്തിച്ചു. നിരണത്ത് എത്തിച്ചതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു. ആ പൊതുദർശനത്തിന് ശേഷം തിരുവല്ല പൗരാവലിക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇവിടെ 9 മണിയോടുകൂടി ഇന്ന് ബിലീവേഴ്സ് ചർച്ചിന്റെ ഇപ്പോഴുള്ള ആസ്ഥാനമായ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് മുതൽ നാളെ 9 മണി വരെയാണ് ആ പൊതുദർശനമുള്ളത്. അതിനുശേഷമായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. ഖബറടക്കം നാളെ ഉച്ചയോടുകൂടി ഉണ്ടാകും. ശരി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്ത എന്ന KP യോഹന്നാന് തിരുവല്ലയിൽ പൊതുദർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ്. 1 മണിവരെ 36.73% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BSP അധ്യക്ഷ മായാവതി, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ER രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, കഴിഞ്ഞ ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോളിംഗിൽ എന്തെങ്കിലും വർധനവുണ്ടായിട്ടുണ്ടോ? ബംഗാളിൽ കഴിഞ്ഞ തവണയും നല്ല പോളിംഗ് ആയിരുന്നു. സമാന രീതിയിലാണോ ഇന്നും? മഞ്ജുഷ, താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 36.73% ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 48.41. ഏറ്റവും കുറവ് 27.78% മഹാരാഷ്ട്രയിലാണ്. കാരണം മഹാരാഷ്ട്രയിൽ നഗരമണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മുംബൈയിലാണ് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത്. മുംബൈയിൽ 2019 മുംബൈയിലെ മണ്ഡലങ്ങളിൽ ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് 55% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അത് 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു പോളിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും വിലയിരുത്തപ്പെടുന്നത്. കാരണം 28% പോളിംഗ് 1 മണി വരെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാളിൽ ചില അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും TMC പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഒപ്പം തന്നെ CPM ഓഫീസ് കൊള്ളയടിച്ചതടക്കമുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളും തന്നെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും പല പ്രധാനപ്പെട്ട നേതാക്കളും ഇന്ന് ഈ 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നൊപ്പം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് താൻ മത്സരിക്കുന്ന ലക്നൗ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രാവിലെ തന്നെ റായ്ബറയിൽ എത്തി. അതിനുശേഷം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ്
ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയത്. അതിനിടെ ഒരു ബൂത്തിൽ BJP പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ തടഞ്ഞു എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിർണായകമാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 32 സീറ്റുകൾ BJP വിജയിച്ചതാണ്. കോൺഗ്രസിന് ഒരു സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിക്കാൻ സാധിച്ചിരുന്നത്. അപ്പോൾ രണ്ട് മുന്നണിയെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനർനിർണ്ണയിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടുന്നതിന് ഓർഡിനൻസ് ഇറക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വാർഡ് വിഭജനത്തിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായി കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് നിലവിൽ ഉള്ളത്. പുതിയ ഓർഡിനൻസ് പ്രകാരം 1300 വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നഗരസഭകളിലെ വാർഡുകളുടെ എണ്ണം 3078 നിന്ന് 3205 ആയേക്കും. നഗരസഭകളുടെ വാർഡുകളുടെ എണ്ണം കുറഞ്ഞത് 25 നിന്ന് 26 ആയേക്കും. പരമാവധി 52 നിന്ന് 53 ആയും വർദ്ധിക്കും. കോർപ്പറേഷനുകളിലേത് കുറഞ്ഞത് 55 നിന്ന് 56 ആയും പരമാവധി 100 നിന്ന് 101 ആയും വർദ്ധിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ 2080 ഡിവിഷനുകളുണ്ട്. 187 പുതുതായി ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തുകളിൽ 3311 ഡിവിഷനുകളുള്ളതിൽ 15 കൂടി വർദ്ധിക്കും. വാർഡ് പുനർനിർണയത്തിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ കമ്മീഷൻ രൂപീകരിക്കും. അതിൽ 4 വകുപ്പുകളുടെ സെക്രട്ടറിമാരുണ്ടാകും. ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം പരാതികൾ കമ്മീഷൻ കേൾക്കും. അതിനുശേഷമായിരിക്കും വാർഡ് വിഭജനം പൂർത്തിയാക്കുക. വാർഡ് വിഭജനം പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. പുതിയ അംഗങ്ങൾ കൂടി വരുന്നതോടെ ഇവർക്ക് ഓണറേറിയം നൽകാൻ 5 വർഷത്തേക്ക് 67 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും. വാർഡ് വിഭജനത്തിനായി 2019 ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല. പിന്നീട് നിയമസഭ ബിൽ പാസാക്കി. ആ നിയമത്തിൽ കാര്യമായ മാറ്റം വരുത്താതെയാണ് പുതിയ വാർഡ് വിഭജനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6865, പവന് 55,080. 18 ക്യാരറ്റ് ഗ്രാമിന് 5740, പവന് 45,920. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജിഷ വധക്കേസിൽ വധശിക്ഷ നടപ്പാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയിൽ അല്പസമയത്തിനകം ഹൈക്കോടതി വിധി പറയാൻ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.